കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് കേവലം നമ്മുടെ നാട്ടിലെ കുട്ടികളുമായി മാത്രമല്ല. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഇനി നാളെ ഭാവിയിൽ ഒരു ജോലിക്കോ ഉപരിപഠനത്തിനോ നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് ലോകത്തുള്ള കുട്ടികളോടാണ്. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. പല അവസരങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, വിദ്യാഭ്യാസ രംഗം വളരെ പ്രാപ്തമാകണം, ശാക്തീകരിക്കപ്പെടണം. പോരായ്മകൾക്കൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങളൊക്കെ അക്കാദമിക സമൂഹവുമായി വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് കടന്നു വന്ന നമ്മുടെ കുട്ടികൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് ഇന്ന് പ്രവേശനം നേടിയ ആദ്യമായി സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു. വളരെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് മാത്രമേ അമ്മയെ വിട്ടു നിന്നതിൻ്റെ ഒരു പ്രയാസം കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടായൊരു മാറ്റമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയാക്കും രക്ഷിതാവിൻ്റെ കൂടെ തന്നെ കരഞ്ഞുകൊണ്ട് കുട്ടി തിരിച്ചോടും. വല്ലാത്ത ബഹളവും കരച്ചിലൊക്കെ ആയി. വർഷങ്ങളായി ഇതൊക്കെ പടിപടിയായി മാറ്റം വന്നു. ഇന്ന് നമ്മുടെ മക്കൾ വളരെയേറെ പ്രാപ്തിയുള്ളവരാണ്. ചെറിയ കുട്ടികൾ പോലും സ്വന്തം വന്ന് പരിചയപ്പെടാനാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കുട്ടികൾ വന്ന് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വളരെ സന്തോഷത്തോടുകൂടി അനുവാദം കൊടുക്കുന്നു. എല്ലാവരും കുട്ടികൾ സെൽഫി എടുത്ത് താങ്ക്സ് പറഞ്ഞ് കടന്നു പോകുന്നു. ചെറിയ മക്കളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്ന, അവരുടെ വ്യക്തിത്വത്തിൽ വന്ന ഒരു മാറ്റമാണ്. നല്ല നിർഭയത്വത്തോടുകൂടി, കമ്പമില്ലാതെ ഇപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അവരെയാണ് നമ്മൾ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. സമയപരിമിതി മൂലം ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ആദ്യമായി വിദ്യാലയ പ്രവേശനം നേടിയ ഈ 3,14,000 മക്കൾ, 3,14,000 കുട്ടികൾ നാളത്തെ നമ്മുടെ നാടിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കേണ്ടവരാണ്. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ